ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നീ എന്താ കഴിക്കുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക അല്ലേ? ഇത് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണല്ലോ. നീ എന്താണ് കഴിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞു നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാട്ട് എന്നുള്ള WH ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ വാട്ട് മാത്രമായിട്ട് കാര്യമുണ്ടോ? ഇല്ല. വാട്ട് നീ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഈസ് ആർ ആം എന്നുള്ള ഒരു ഓക്സിലറി വേണം അല്ലെ. അപ്പോ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നീ എന്നാണ്. സോ നീന്റെ കൂടെ, നീ എന്ന് പറയുമ്പോൾ യു ആണല്ലോ, യുവിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ എന്നാണ്. അപ്പോ വാട്ട് ആർ, നീ നമ്മുടെ സബ്ജക്റ്റ് ആണ്. വാട്ട് ആർ യു അല്ലേ? നീ എന്താണ്? ഇനി കഴിക്കുന്നത് എന്നാണ്. അവിടെ നമ്മൾ കഴിക്കുക എന്നുള്ള വെർബ് എന്താണ്? ഈറ്റ് എന്നാണ് അല്ലെ. അപ്പൊ ഈ ഈറ്റിന് നമ്മൾ ഈറ്റ്, വാട്ട് ആർ യു ഈറ്റ് എന്ന് പറ്റില്ലല്ലോ. നമുക്കറിയാം, ഈസാറാം വരുന്ന സമയത്ത് വെർബ് എന്ത് ഫോമിലാണ് വേണ്ടത്? ING ഫോമിലാണ് വേണ്ടത്. സോ വാട്ട് ആർ യു ഈറ്റിംഗ്, നീ എന്താണ് കഴിക്കുന്നത്? ഓക്കെ, ഇനി ഇതേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നീ എന്താണ് പഠിക്കുന്നത്? ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കണം, നീ എന്താണ് പഠിക്കുന്നത്? ഓക്കെ, ഇതെങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. പക്ഷേ ഈ പഠിക്കുക, കഴിക്കുക, കുടിക്കുക എന്നുള്ള വെർബ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, വെർബ് മാത്രമായിട്ട് നമ്മുടെ പുതിയ ചാനലിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് തന്നെ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ഏത് രീതിയിൽ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നീ എന്താണ് പഠിക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ് കഴിക്കുന്നത്? വാട്ട് ആർ യു ഈറ്റിംഗ്. നീ എന്താണ് പഠിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ പഠിക്കുക എന്നുള്ള വെർബ് ഞാൻ പറഞ്ഞു തരാം, സ്റ്റഡി എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റഡി എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റഡിയുടെ കൂടെ ഈസാറാം വരുന്ന സമയത്ത് ഒരു ING ഫോം നിർബന്ധമാണ്. സോ സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് മാറിയിട്ടൊന്ന് ചോദിക്കാം, അവൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട്, അവൾ എന്തോ ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, അവൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവൾ എന്നുള്ള സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മുടെ ഓക്സിലറി ഏതായിരിക്കും? സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സമയത്ത് ഈസ് യൂസ് ചെയ്യണം. പക്ഷേ ഈസ് ഷീ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ എന്ത് വേണം? അവിടെ എന്താണ് അവൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റിന് നമുക്ക് WH ക്വസ്റ്റ്യൻ ആയ വാട്ട് നമ്മൾ യൂസ് ചെയ്യണം. വാട്ട് ഈസ് ആണ് അവിടെ വേണ്ടത് കേട്ടോ. വാട്ട് ആർ അല്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ്. ഓക്കെ, സിംഗുലർ ആണ്. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് സെന്റൻസ് ക്രിയേറ്റിങ്ങിന് പറ്റുള്ളൂ. അപ്പോ വാട്ട് ഈസ് ഷീ. ഇനി ചെയ്യുക എന്നുള്ള വെർബ് എന്താണ്? ഡു എന്നാണ്. വാട്ട് ഈസ് ഷീ ഡു എന്ന് പറ്റുമോ? ഇല്ല. അവിടെ നമ്മുടെ ഡൂവിന്റെ കൂടെ ING ഫോം വേണം. വാട്ട് ഈസ് ഷീ ഡൂയിങ്. ഓക്കെ, വാട്ട് ഈസ് ഷീ ഡൂയിങ്, അവൾ എന്താണ് ചെയ്യുന്നത്? ഇനി ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവൻ എന്താണ് കുടിക്കുന്നത്? എങ്ങനെ ചോദിക്കുക? അവൻ എന്താണ് കുടിക്കുന്നത്? ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, കുടിക്കുക എന്നുള്ള വെർബാണ്. ഇത്രയും മാറ്റമുള്ളൂ. പക്ഷെ ഇവിടെ സെന്റൻസിൽ അവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ കുടിക്കുക ഇതിന്റെ വെർബ് നിങ്ങൾക്കറിയണം. അതിന് എന്തുകൂടെ നമ്മൾ ആഡ് ചെയ്യണം? സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാട്ടോ. അവൻ എന്താണ് കുടിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് അവർ എന്താണ് വായിക്കുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? അവർ എന്നാണ് അല്ലെ. അപ്പൊ അവർ എന്നാകുമ്പോഴും ഇവിടെ പ്ലൂരലാണ് നമ്മൾ കാണേണ്ടത്. അവർ എന്താണ് വായിക്കുന്നത്? എങ്ങനെയാ പറയാ? അവർ എന്ന സബ്ജക്റ്റ് ആണെങ്കിലും ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താണെന്ന് പറയണം. സോ വാട്ട് ആർ, ഇവിടെയും ആറാണ് വേണ്ടത്. വാട്ട് ആർ എന്താണ് സബ്ജക്റ്റ്? ദേ ആണ്. വാട്ട് ആർ ദേ, വായിക്കുക റീഡ് എന്നാണല്ലോ. അപ്പൊ അതിന് ING ഫോം വരുന്ന സമയത്ത് വാട്ട് ആർ ദേ റീഡിങ്. വാട്ട് ആർ ദേ റീഡിങ്, അവർ എന്താണ് വായിക്കുന്നത്?
ഓക്കെ, അനുവും രാജുവും എന്താണ് എഴുതുന്നത്? അനുവും രാജുവും, ഇവിടെ രണ്ട് നെയിം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ, അനുവും രാജുവും എന്താണ് എഴുതുന്നത്? നിങ്ങളാണ് പറയേണ്ടത്. സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യൻസ് തന്നു അല്ലെ. ഒന്ന് നീ എന്നുള്ള സബ്ജക്റ്റ് വെച്ചിട്ട്, രണ്ടാമത് അവൻ എന്നുള്ള സബ്ജക്റ്റ് വെച്ചിട്ട്, മൂന്നാമത് 2 നെയിം വെച്ചിട്ട്. ഇത് മൂന്നും എന്താണ് 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 എന്നാണ്. അതിന്റെ ഓക്സിലറി ഏതാണ്, അതിന്റെ വെർബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെയിം ആയി വരും ഇത്, പക്ഷെ അതിൽ കുറച്ച് മാറ്റങ്ങളാണ് നമ്മളെ വെർബിലും സബ്ജക്റ്റിലും ഒക്കെ വരേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഇതൊന്നും മനസ്സിലാകുകയില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഫസ്റ്റ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് ഒരു ആൻസർ നമുക്ക് പറയാം അല്ലെ. അപ്പൊ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചല്ലോ. ഞാൻ 3 ചോദിച്ചു, 3 നിങ്ങൾക്ക് തന്നു. അപ്പോ ഫസ്റ്റ് നമ്മൾ എന്താ ചോദിച്ചത്? നീ എന്താണ് കഴിക്കുന്നത്? ഇവിടെ നമുക്കൊരു ആൻസർ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ചോറ് കഴിക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഞാനാണ് ഇവിടെ കഴിക്കുന്നത് അല്ലെ. അപ്പോ അവിടെ നമുക്ക് ഐ ആം ഈറ്റിംഗ് എന്നാണ്. കഴിക്കുക ഈറ്റ് ആണല്ലോ. അപ്പം ഞാൻ ചോറ് കഴിക്കുകയാണെന്ന് പറയുന്ന സമയത്ത്, ഞാൻ കഴിക്കുകയാണ് എന്നാണെങ്കിൽ ഐ ആം ഈറ്റിംഗ് എന്ന് പറയാം. ഞാൻ ചോറ് കഴിക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ആം ഈറ്റിംഗ് റൈസ്. ഐ ആം ഈറ്റിംഗ് റൈസ്. ഞാൻ ബിരിയാണി കഴിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ ആം ഈറ്റിംഗ് ബിരിയാണി. ഐ ആം ഈറ്റിംഗ് ബിരിയാണി എന്ന് പറയാം. ഇനി നമ്മൾ രാവിലത്തെ ഫുഡാണ് കഴിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവോ പുട്ടോ കടലയോ എന്താണെങ്കിലും അപ്പോൾ അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് പറയാം കേട്ടോ. ഐ ആം ഈറ്റിംഗ് ഉപ്പുമാ ഇങ്ങനെ പറയാം. ഇനി നമ്മൾ ഉച്ചഭക്ഷണമാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ലഞ്ചാണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഈ ചോറ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഐ ആം ഈറ്റിംഗ് ലഞ്ച്. ഐ ആം ഈറ്റിംഗ് ഡിന്നർ. ഇങ്ങനെ ഒന്ന് സ്റ്റൈലാക്കി വേണമെങ്കിലും പറയാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഈറ്റിന് പകരം നമ്മൾ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്തും പറയാം കേട്ടോ. ഐ ആം ഹാവിങ് ലഞ്ച് അല്ലെങ്കിൽ ഐ ആം ഹാവിങ് ഡിന്നർ, ഐ ആം ഹാവിങ് റൈസ് ഒക്കെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈറ്റിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒട്ടുമിക്ക ആളുകളും നമ്മൾ ഈറ്റിന് പകരമായിട്ട് ഹാവിങ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുതിട്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സെന്റൻസുകളിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം. നീ എന്താ കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ ആം ഈറ്റിംഗ് എന്ന് പറയുന്നതിന് പകരം ഐ ആം ഹാവിങ് റൈസ്, ഐ ആം ഹാവിങ് ബിരിയാണി, ഐ ആം ഹാവിങ് മന്തി. ഇങ്ങനെ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് കാണാപ്പാട് അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് പറയണം? ഐ ആം, ഞാനാണ്. കഴിക്കുകയാണ് എന്നുള്ളതിന് ഹാവും യൂസ് ചെയ്യാം, ഈറ്റും യൂസ് ചെയ്യാം. ഈസ് ആറാം വരുന്ന സമയത്ത് നമ്മൾ ING യൂസ് ചെയ്തിട്ട് ഹാവിങ്, ഈറ്റിങ്, ഡ്രിങ്കിങ്, റൈറ്റിംഗ് എന്നൊക്കെ പറയും. അപ്പൊ ഇതിവിടെ എപ്പോ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ വെർബിനനുസരിച്ചായിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ടെൻസസിലാണ്, ഏത് സമയത്താണ് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഓക്സിലറിയും അതുപോലെ നമ്മുടെ വെർബിന്റെ മാറ്റങ്ങളും വരുന്നത് കേട്ടോ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമ്മൾ വെർബിന്റെ ആ ഒരു ക്ലാസ് മാത്രം ഒന്ന് പഠിച്ചു നോക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റിൽ ഒരു വെർബിന്റെ ക്ലാസ് പിൻ ചെയ്ത് വെക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ പുതിയ ചാനലിൽ പോയിട്ട് കാണുക കേട്ടോ. വളരെ സിമ്പിൾ ആണ്, എന്നാലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? അവൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് അല്ലെ. അപ്പൊ അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആൻസർ പറയാനായിട്ട് പറ്റും? അവൾ പഠിക്കുകയാണ്, അവൾ കളിക്കുകയാണ്, അവൾ എഴുതുകയാണ്, ഇങ്ങനെ പല ആൻസറുകളും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് വായിക്കുന്നത് എന്നാണ് അല്ലേ. അപ്പൊ അവർ ന്യൂസ് പേപ്പർ വായിക്കാം, അവർ ഇംഗ്ലീഷ് ബുക്ക് വായിക്കാം, അവർ ചിലപ്പം എന്തെങ്കിലും കഥകൾ വായിച്ചിരിക്കും. അപ്പൊ അതെന്താണോ അവർ വായിക്കുന്നത് അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അവർ ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്ന് പറയുമ്പം ദേ ആണ്. അവിടെ പിന്നെ വാട്ടിന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യനിലല്ല നമ്മൾ ആൻസർ പറയുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റിൽ തുടക്കം ദേ ആർ റീഡിങ്
ദ ന്യൂസ് പേപ്പർ അല്ലേ, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് ബുക്ക് വായിക്കണം. ദേ ആർ റീഡിങ് ആൻ ഇംഗ്ലീഷ് ബുക്ക് അല്ലെ, അവർ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ദേ ആർ റീഡിങ് ആൻ ഇംഗ്ലീഷ് ബുക്ക്. അപ്പൊ ഇങ്ങനെ നമുക്ക് പല ആൻസറുകളും ഇതിന് പറയാനായിട്ട് പറ്റും. ഇനി ഞാൻ തന്ന 3 സെന്റൻസുകൾ ഉണ്ടല്ലോ, 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന്റെ ക്വസ്റ്റ്യൻ സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനൊരു ആൻസറും കൂടി നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. വീഡിയോയുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെർബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഉണ്ടാക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.